പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ലൈഫിലെ ഒരുപാട് ടേണിംഗ് പോയിന്റുകളിൽ 10ാം ക്ലാസ് ആണ് ഒരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ്. അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം 10ാം ക്ലാസ് വരെ നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള ഒരേ സബ്ജക്റ്റുകൾ, ഒരേ കാര്യങ്ങൾ, ഒരേ ടോപ്പിക്കുകൾ തന്നെയായിരുന്നു. പക്ഷേ 10ാം ക്ലാസ്സിന് ശേഷം പ്ലസ് വണ്ണിലേക്ക് വരുന്ന സമയത്ത് 3 സ്ട്രീമുകളായിട്ട് നമ്മൾ തിരിയാൻ വേണ്ടി പോവുകയാണ് അല്ലേ. സയൻസ് എടുക്കുന്നവരുണ്ട്, കൊമേഴ്സ് എടുക്കുന്നവരുണ്ട്, ഹ്യൂമാനിറ്റീസ് എടുക്കുന്നവരുണ്ട്. ഇപ്പം എൻ്റെയൊക്കെ കാലഘട്ടത്താണെങ്കിൽ ഞാൻ പഠിച്ചത് 2014, 2015 കാലഘട്ടത്താണ് SSLC കഴിഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് ഇപ്പോൾ ഫുൾ A+ കിട്ടിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നേരെ സയൻസ് എടുക്കണം. അല്ലെങ്കിൽ ഒരു അതിൽ കുറഞ്ഞ A+ കിട്ടിയ ഒരു 6A+, 5A+ കിട്ടിയ കുട്ടികളാണെന്നെങ്കിൽ കൊമേഴ്സ് എടുക്കണം. അതിൽ കുറവ് A+ കിട്ടിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കണം എന്നായിരുന്നു സാധാരണഗതിയിൽ എല്ലാവരും പറയാനുള്ളത്. സോ തീർച്ചയായിട്ടും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങളുടെ A+കളുടെ എണ്ണം വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു സ്ട്രീം തിരഞ്ഞെടുക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്, ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ഡോക്ടർ ആവാനാണ് ആഗ്രഹം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവാനാണ് ആഗ്രഹം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കേണ്ടത് സയൻസ് മേഖലയിൽ തന്നെയാണ്. ഇനി അതല്ല, ഫിനാൻസ് മേഖലയിൽ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ആവണം, അല്ലെങ്കിൽ കൊമേഴ്സിലൊരു പ്രൊഫഷണൽ ആവണം, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവണം, അല്ലെങ്കിൽ ഒരു CMA കാരനാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരേണ്ടത് കൊമേഴ്സ് മേഖലയിലേക്ക് തന്നെയാണ്. ഇനി അതല്ല, സിവിൽ സർവീസിലോട്ടാണ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ജേർണലിസം പഠിക്കണം, കമ്മ്യൂണിക്കേഷൻ പഠിക്കണം, സോ ഹ്യൂമാനിറ്റീസ് മേഖലയിലേക്കാണ് നിങ്ങൾ പോവേണ്ടത്. സോ നിങ്ങളുടെ 10ാം ക്ലാസ്സിന് ശേഷം അല്ലെങ്കിൽ ലൈഫിൽ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾക്കൊരു ജോലി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് മേഖലയിലേക്കാണ് നിങ്ങൾക്ക് പോവേണ്ടത്, അതിനനുസരിച്ചായിരിക്കണം പ്ലസ് വണ്ണിൽ നിങ്ങൾ ഒരു സ്ട്രീം തിരഞ്ഞെടുക്കേണ്ടത്. ഇനി 10ാം ക്ലാസ്സിന് ശേഷം കൊമേഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് വരെ പഠിക്കാത്ത പുതിയ സബ്ജക്റ്റുകളാണ് കൊമേഴ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം 10ാം ക്ലാസ് വരെ നമുക്ക് 10 സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ടെങ്കിൽ പ്ലസ് വണ്ണിലേക്ക് കൊമേഴ്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും 6 സബ്ജക്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ കൊമേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 പ്രധാനപ്പെട്ട കോർ പേപ്പേഴ്സ് ആണ് ഉണ്ടായിരിക്കുക, അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്. ഇതിനടുത്ത് 2 പേപ്പർ ലാംഗ്വേജ് ആണ്, ഇംഗ്ലീഷും അതേപോലെ തന്നെ സെക്കൻഡ് ലാംഗ്വേജും. ഇതിനടുത്താണ് ഓപ്ഷണൽ പേപ്പർ. ഇപ്പോൾ ഓപ്ഷണൽ പേപ്പർ എന്ന് പറയുന്ന സമയത്ത് 4 ഓപ്ഷണൽ പേപ്പറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഒന്നാമത്താണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, രണ്ടാമത്തെ മാത്സ് ആണ്, മൂന്നാമത്തെ സ്റ്റാറ്റിസ്റ്റിക്സ്, നാലാമത്തത് പൊളിറ്റിക്കൽ സയൻസ് ആണ്. അപ്പം ഇങ്ങനെ 4 ഓപ്ഷണൽ പേപ്പേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം കൊമേഴ്സ് വിത്ത് മാത്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാത്സ് ഓപ്ഷണൽ പേപ്പർ ആയിട്ട് വരുന്ന സ്കൂളുകളിൽ മാത്രം അപ്ലൈ ചെയ്യുക. അതല്ല മാത്സ് ഇഷ്ടമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള പൊളിറ്റിക്കൽ സയൻസോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം CA കാരനാവണം അല്ലെങ്കിൽ CMA കാരനാവണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാത്സോ സ്റ്റാറ്റിസ്റ്റിക്സോ ഓപ്ഷണൽ പേപ്പർ ആയിട്ട് എടുത്ത് പഠിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലാതെ നിങ്ങൾ പഠിച്ച സ്കൂളിൽ ഞാൻ വീണ്ടും പഠിക്കാൻ വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് പഠിക്കുന്ന സ്കൂളിൽ വീണ്ടും പഠിക്കാൻ വേണ്ടി പോകുന്നത്, അങ്ങനെയല്ല തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങളുടെ ഭാവിക്കനുസരിച്ച് നിങ്ങൾക്ക് ഏത് മേഖലയിലേക്കാണ് പോവേണ്ടത് അതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ ഓപ്ഷണൽ പേപ്പർ തിരഞ്ഞെടുക്കേണ്ടത്. ഓപ്ഷണൽ പേപ്പറിനനുസരിച്ചായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സ്കൂളും തിരഞ്ഞെടുക്കേണ്ടത്. ഇനി നമ്മൾ പ്ലസ് വണ്ണിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, SSLC വരെ നമ്മൾ എഴുതിയിട്ടുള്ള മാർക്കിംഗ് പാറ്റേൺ വെച്ചിട്ടല്ല പ്ലസ് വണ്ണിൽ ക്ലാസ്സുകളായാലും പ്ലസ് ടുവിൽ എക്സാമിനേഷൻ ആണെങ്കിലും നമ്മൾ എഴുതേണ്ടി വരിക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 80 മാർക്കിനും 40 മാർക്കിനും ഒക്കെ നമ്മൾ എക്സാമിനേഷൻ SSLC എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പ്ലസ് 1 അല്ലെങ്കിൽ പ്ലസ് 2 ക്ലാസ്സുകളിലേക്ക് വരുന്ന സമയത്ത് 60 മാർക്കിന് എക്സാമിനേഷൻ എഴുതേണ്ടതുണ്ട്, 80 മാർക്കിന് എക്സാമിനേഷൻ എഴുതേണ്ട സബ്ജക്റ്റുകളുണ്ട്. ഇപ്പോൾ ഈ 60 മാർക്കിന് എക്സാമിനേഷൻ എഴുതേണ്ട സബ്ജക്റ്റുകൾ എന്ന് പറയുന്ന സമയത്ത് അവിടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ 40 മാർക്കിന് ഉണ്ടായിരിക്കുക. ഒരു കാര്യം ഓർത്ത് വെക്കുക, പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഒക്കെ തന്നെ നമുക്ക് ഉണ്ടായിരിക്കുക പ്ലസ് 2 ക്ലാസ്സുകളിലായിരിക്കും. സോ നിങ്ങൾ മാർക്കിംഗ് പാറ്റേൺ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, 10ാം ക്ലാസ് വരെ മലയാളം മീഡിയം മാത്രം പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളാണ്. അവർക്ക് ഏറ്റവും ഡിഫിക്കൽട്ടി തന്നെയായിരിക്കും. കാരണം പ്ലസ് 1 പ്ലസ് 2 ക്ലാസ്സുകളൊക്കെ തന്നെ എടുക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ഇംഗ്ലീഷിൽ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇനി ഗ്രാജുവേഷൻ എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വലിയ വലിയ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആദ്യത്തെ 2-3 മാസം ഉറപ്പായിട്ടും വലിയ വലിയ ബുദ്ധിമുട്ടുകൾ തന്നെ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. അപ്പോൾ അതൊന്നും നിങ്ങൾ വിഷയമാക്കേണ്ട. തുടക്കത്തിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ചില പ്രശ്നങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ കാര്യമാക്കേണ്ട ഒരു 2-3 മാസം കഴിയുന്ന സമയത്ത് ഉറപ്പായിട്ടും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി കൊമേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ജോലി സാധ്യതകളാണ് കൊമേഴ്സ് മേഖലയിലുള്ളത്? തീർച്ചയായിട്ടും കൊമേഴ്സ് മേഖലയിൽ തന്നെ പ്രീമിയം ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സുകളാണ് CA, ACCA, CMA പോലുള്ള കോഴ്സുകൾ. ഉറപ്പായിട്ടും ഹൈലി പാക്കേജോട് കൂടി നിങ്ങൾക്ക് വെൽ സെറ്റിൽഡ് ആവാൻ വേണ്ടി പറ്റും, അതും യങ് ഏജിൽ തന്നെ. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് പബ്ലിക് സർവീസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരുപാട് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, ഓണ്ടർപ്രണർഷിപ്പ് ആവാൻ വേണ്ടി പറ്റും, അതേപോലെ തന്നെ ടീച്ചിങ് കരിയറിലേക്ക് വരാൻ വേണ്ടി പറ്റും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മേഖലയിലാണ് കൊമേഴ്സുകാർക്ക് ജോലി സാധ്യതകളുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തൊക്കെ തന്നെ കൊമേഴ്സുകാർക്ക് അത്ര തന്നെ വാല്യൂ ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ കൊമേഴ്സുകാരനാവണം അല്ലെങ്കിൽ കൊമേഴ്സിൽ ഒരു പ്രൊഫഷണൽ ആവണമെന്നുണ്ടെങ്കിൽ പ്ലസ് 1 പ്ലസ് 2 കാലഘട്ടത്തിൽ കൊമേഴ്സിലെ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, ഇപ്പോൾ അക്കൗണ്ടൻസി ആണെങ്കിലും അല്ലെങ്കിൽ എക്കണോമിക്സ് ആണെങ്കിലും ബിസിനസ് സ്റ്റഡീസ് ആണെങ്കിലും ഈ ടോപ്പിക്കുകളൊക്കെ തന്നെ നമ്മൾ ബേസിക് സെറ്റ് ആക്കണം. എപ്പോഴും പറയാറുണ്ട്, അടിത്തറ നന്നായി കഴിഞ്ഞാൽ മാത്രമേ മുകളിലോട്ട് കെട്ടിപ്പടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ സ്ട്രോങ് ആയിരിക്കുള്ളൂ എന്നുള്ള കാര്യം. സോ അതുകൊണ്ട് തന്നെയാണ് പ്ലസ് 1 പ്ലസ് 2 ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ലൈഫിൽ ബെനിഫിറ്റ് ആയിട്ട് മാറുള്ളൂ. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സാണ് യുവ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ഡെയിലി ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകളാണ് യുവ ബാച്ചിൽ
കോഴ്സിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം തന്നെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാമിനേഷൻസ്, മൊഡ്യൂൾ എക്സാമിനേഷൻസ്, ടേം എക്സാമിനേഷൻസ്, ദെൻ PYQ ഡിസ്കഷൻസ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സാണ് യുവ ബാച്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ +1 +2 ക്ലാസ്സുകൾ നിങ്ങൾക്ക് സ്ട്രോങ് ആക്കണമെന്നുണ്ടെങ്കിൽ, ഹൈ സ്കോറിംഗ് നിങ്ങൾക്ക് +2 എക്സാമിനേഷൻ കഴിയുന്ന സമയത്ത് 1200 മാർക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. സോ എല്ലാവരും അടിപൊളിയായിട്ട് +1 ക്ലാസ്സുകൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്.